മറ്റു വാർത്ത വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് ആരോപിച്ച് വണ്ണപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവെച്ച് LDF പ്രവർത്തകർ. വിവരങ്ങളുമായി ഇപ്പോൾ ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, എന്ത് ക്രമക്കേടാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയത്? എന്താണ് LDF പറയുന്നത്? സിജു, ഇപ്പോൾ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിൽ ഇപ്പോൾ LDF പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ എംആറിനെ ഇപ്പോൾ LDF പ്രവർത്തകർ CPM-ന്റെ നേതൃത്വത്തിൽ ഇവിടെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടാണ് LDF പ്രവർത്തകർ ആരോപിക്കുന്നത്. നേരത്തെ 1400 വോട്ടുകൾ ഉള്ള ഒരു വാർഡ് രണ്ടായി വിഭജിച്ചിട്ട് പോലും ഇപ്പോഴും അവിടെ 1200 വോട്ടുകൾ ഒക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. 1400 ഉള്ള ഒരു വാർഡ് രണ്ടായി വിഭജിക്കുമ്പോഴും അവിടെ 1200 എത്തിക്കുന്നതിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളെ ഒരു വാർഡിലേക്ക് തന്നെ കൊണ്ടുവന്ന് ചേർത്തിരിക്കുകയാണ്. അതായത് ആ വാർഡിൽ സ്ഥിരതാമസക്കാരില്ലാത്ത ആളുകൾ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ വാർഡ് 8 വിജയൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് അവിടെ കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്ന സാറ ആമിന കാട്ടുവടക്കേൽ, അങ്ങനെ നിരവധി ആളുകളെ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്ന് ചേർത്തിരിക്കുകയാണ്. പുറത്തുനിന്ന് ഈ വാർഡിൽ ഒരു രീതിയിലും താമസിക്കാത്ത ആളുകൾ, മുസ്ലിം ലീഗിന് അതുപോലെ തന്നെ UDF-ന് വോട്ട് കിട്ടുന്ന ആളുകളെയെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നു. എന്നാൽ LDF പ്രവർത്തകർ ആക്ഷേപം പറഞ്ഞിരിക്കുന്ന വോട്ടുകളെല്ലാം ഒഴിവാക്കാതെ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം ഷിജോ സെബാസ്റ്റ്യൻ ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ ആരോപണം? ഈ പഞ്ചായത്തിന്റെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ നിരവധി കള്ളവോട്ടുകളാണ് വ്യാപകമായി ചേർത്തിട്ടുള്ളത്. LDF പ്രവർത്തകർ ഹിയറിങ്ങിന് 4/5 അപേക്ഷ നൽകിയതൊന്നും പരിശോധിക്കാതെ തന്നെ അതെല്ലാം വോട്ടെല്ലാം നിലനിർത്തിയിരിക്കുകയാണ്. അതുപോലെ വ്യാപകമായി മറ്റ് വാർഡുകളിൽ നിന്നും വോട്ട് ചില വാർഡുകളിൽ കേന്ദ്രീകരിച്ച് കൊണ്ട് ചേർത്തിരിക്കുകയാണ്. അതുപോലെ പഞ്ചായത്തിന് പുറമേയുള്ള നീക്കം ചെയ്യാൻ കൊടുത്തിട്ടുള്ള വോട്ടുകൾ പരിശോധിക്കുക പോലും ചെയ്യാതെ ആ വോട്ട് അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. ഇവിടെ വർഷങ്ങളായി SBI ബാങ്ക് ജപ്തി ചെയ്തിട്ടിരിക്കുന്ന വീട്ടു നമ്പറിൽ പോലും അവിടെ വ്യാജമായി കള്ളവോട്ട് ചേർത്തിരിക്കുകയാണ്. ഇങ്ങനെ പഞ്ചായത്തിലെ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരടക്കം UDF-ലെ ചില മെമ്പർമാരടക്കം ചേർന്ന് വ്യാപകമായ കള്ളവോട്ടാണ് പല വാർഡുകളിലും ചേർത്തിരിക്കുന്നത്. ഏതാണ്ട് തൃശ്ശൂർ മോഡൽ വോട്ട് ചേർക്കലാണ് ഇവിടെ ഈ വണ്ണപ്പുറം പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് CPM-ന്റെ നേതൃത്വം ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഇതിനെതിരെ അധികാരികൾക്കും കളക്ടർക്കും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. സമരം എങ്ങനെ മുമ്പോട്ട്, ഇപ്പോൾ ലോക്കൽ സെക്രട്ടറി കൂടി ചേരുകയാണ്, ഈ സമരം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? ഇതിന് കൃത്യമായ ജില്ലാ ഭരണാധികാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് വന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ഉറപ്പ് ഈ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേട് നീക്കം ചെയ്യാമെന്ന് ഉറപ്പ് തരുന്നത് വരെ ഈ സമരം ഞങ്ങൾ എത്ര ദിവസമാണെങ്കിലും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. കാരണം അതുപോലെ വ്യാപകമായ ക്രമക്കേടാണ് ഈ വോട്ടർ പട്ടിക നടത്തിയിരിക്കുന്നത്. അതിന് ഉദാഹരണം 2 മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി വർഷങ്ങളായിട്ട് 5-ാം വാർഡിൽ നിന്ന് സ്ഥലം വിറ്റ് താമസിച്ച് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന 11-ാം വാർഡിലാണ് താമസിക്കുന്നത്. അവരുടെ വോട്ട് ഇപ്പോഴും 5-ാം വാർഡിൽ നിലനിൽക്കുക. നമ്മളത് ആക്ഷേപം കൊടുത്തു, പക്ഷെ അത് ഇവിടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഭരണസമിതി പരിഗണിച്ചിട്ടില്ല. ഒപ്പം തന്നെ മുള്ളരിങ്ങാട് ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രവി KK കൊച്ചിരക്കുന്നിൻ്റെ മകളെ വിവാഹം കഴിച്ചയച്ചിട്ട് വർഷങ്ങളായതാണ്. അവരുടെ ആ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നീക്കം ചെയ്താണ് ഈ പ്രാവശ്യം വീണ്ടും ആ വോട്ട് അവിടെ കൊണ്ടു ചേർത്തു. ഒപ്പം തന്നെ നമ്മൾ ഈ 19 വാർഡിലും വോട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആക്ഷേപം കൊടുത്താണ്. നമ്മുടെ ആ വാർഡിൽ താമസിക്കുന്ന നമ്മുടെ പ്രവർത്തകർ ആക്ഷേപം കൊടുത്താണ്. കൃത്യമായിട്ട് ഈ 19 വാർഡിൽ 5-ാം വാർഡിലും 19-ാം വാർഡിലും ഒഴിച്ച് എല്ലാ വാർഡിലും ഈ പ്രവർത്തകർക്ക് ആക്ഷേപം കൊടുത്ത ആളുകൾക്ക് ഇത് ഹിയറിങ്ങിന് ഹാജരാകാൻ പറഞ്ഞ് ഇവിടെ നോട്ടീസ് വന്നു. ആ നോട്ടീസ് പ്രകാരം ഞാൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രവർത്തകർ, ജോഷി ഉൾപ്പെടെ എല്ലാ പ്രവർത്തകരും, നോട്ടീസ് വന്ന പ്രവർത്തകർ ഇവിടെ ഹിയറിങ്ങിന് ഹാജരായി ഞങ്ങളിലുള്ള കൃത്യമായ രേഖകൾ ഞങ്ങളിവിടെ സെക്രട്ടറിയുടെ മുമ്പ് ഹാജരാക്കിയാണ്. പക്ഷേ ആ വോട്ടുകളൊന്നും നീക്കം ചെയ്തിട്ടില്ല. പക്ഷേ ഹിയറിങ്ങിന് നോട്ടീസ് വരാത്ത 19-ാം വാർഡിലും 5-ാം വാർഡിലും ഇടതുപക്ഷ. ഏതായാലും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് LDF പ്രവർത്തകർ ഉയർത്തുന്നത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നത്. ജില്ലാ വരണാധികാരി ഉൾപ്പെടെ കൃത്യമായ മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ LDF നേതാക്കൾ ആവശ്യപ്പെടുന്നത്.